നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ദാ പിടിച്ചു, ഇപ്പോ പിടിക്കും, ഏത് നിമിഷത്തിനകവും പിടിക്കും. ജില്ല തിരിഞ്ഞുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണം, സംസ്ഥാനം തിരിഞ്ഞുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണം, ഇനി അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള പോലീസ് സംഘത്തിന്റെ അന്വേഷണം, ഫ്ളാറ്റിലൊരു ടീം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലൊരു ടീം, സുഹൃത്തിന്റെ വീട്ടിലൊരു ടീം, പോലീസ് സ്റ്റേഷൻ വളഞ്ഞ ടീം, അങ്ങനെ സംഭവ ബഹുലമായി കാലടച്ച് പരിശോധന നടത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പൂട പോലും കിട്ടിയില്ല എന്നതാണ് വാസ്തവം. എന്തായാലും രാഹുലിനെതിരെ രൂക്ഷമായ ഭാഷയുള്ള വിമർശനം ഓരോ പാർട്ടി അംഗങ്ങളും പറയുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഒരു ഒറ്റപ്പെട്ട തുരുത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഒരു ചുമന്ന പോളോ കാറിൽ രക്ഷപ്പെട്ടു എന്നൊരു തുമ്പ് പോലീസിന് ലഭിക്കുന്നത്. ഈ തുമ്പ് കിട്ടിയതിന് പിന്നാലെ തന്നെ ഈ കാർ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നെയുള്ള അന്വേഷണം. കാർ ആരുടേതായിരുന്നു എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. അത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതൊരു സുഹൃത്തിന്റെ കാറാണ് എന്നാണ് പറയുന്നത്. അതൊരു നടി കൂടിയായ സുഹൃത്തിന്റെ കാറാണ് എന്ന് പറയുന്നുണ്ട്. ഈ കാർ രാഹുലിനെ ഏൽപ്പിച്ചിട്ട് ഷൂട്ടിങ്ങിനായി പോയതാണ്. ആ ഘട്ടത്തിലാണ് രാഹുൽ ഈ കാർ ഉപയോഗിച്ച് രക്ഷപ്പെട്ടത് എന്നാണ് ഈ നടി പറയുന്നത്. ഇപ്പോൾ ഏതായാലും SIT ഈ നടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ നടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒളിവിൽ പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉപയോഗിച്ച റെഡ് പോളോ കാർ നൽകിയ സിനിമാ നടിയിൽ നിന്ന് വിവരങ്ങൾ തേടി SIT. രാഹുലിന് കാർ നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയാണ് സിനിമാ നടിയുമായി പോലീസ് സംഘം ഫോണിൽ സംസാരിച്ചത്. രാഹുലിന് കാർ കൊടുത്തത് ഏതു സാഹചര്യത്തിലാണെന്ന് പോലീസ് നടിയോട് ചോദിച്ചറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത സുഹൃത്താണെന്നാണ് നടി പോലീസിന് നൽകിയ മറുപടി. ബാംഗ്ലൂരിലുള്ള നടിയെ ഫോണിൽ വിളിച്ചാണ് വിവരങ്ങൾ തേടിയത്. രാഹുലിനെതിരെ കേസെടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രാഹുലിന്റെ ഭവന നിർമ്മാണ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നടിയുടേതാണ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പാലക്കാട് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിലാണെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറ് സിനിമാ നടിയുടേതാണെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. ചുവന്ന കാറ് പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് എന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. രാഹുലിനെ രക്ഷപ്പെടാൻ നേതാവ് സഹായം ചെയ്തെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. വ്യാഴാഴ്ച വൈകിട്ടോടുകൂടി പാലക്കാട് നിന്നും ചുവന്ന പോളോ കാറിൽ രാഹുൽ നേരെ പോയത് പൊള്ളാച്ചിയിലേക്കാണെന്ന് ഇന്നലെ അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഹൈവേ ഒഴിവാക്കി ജില്ലാ അതിർത്തിയായ കൊഴിഞ്ഞാമ്പാറ വഴിയാണ് കോയമ്പത്തൂരിലേക്ക് കടന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് കർണാടക തമിഴ്നാട് അതിർത്തിയായ ബാഗലൂരിൽ എത്തിയത്. ഞായറാഴ്ച മുതൽ ഇവിടെ റിസോർട്ടിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. ഇന്നലെ രാവിലെ അന്വേഷണ സംഘം ഇവിടെ എത്തുമെന്ന വിവരം അറിഞ്ഞതോടുകൂടി അവിടെ നിന്ന് മുങ്ങി. അവിടെ നിന്ന് കർണാടകയിലേക്ക് പോയെന്നാണ് വിവരം. കാറുകൾ മാറി മാറി ഉപയോഗിച്ചാണ് രാഹുലിന്റെ യാത്രയെന്ന് പോലീസ് സംശയിക്കുന്നു. ബാംഗ്ലൂരിലെയും കർണാടകയിലെയും ഉൾപ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. രാഹുലിനൊപ്പം കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫും ഉണ്ടെന്നാണ് വിവരം. 7ാം ദിവസവും രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയിലും കർണാടകയിൽ വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ പോലീസ് സംഘം കർണാടകയിൽ എത്തിയിട്ടുമുണ്ട്. ബാംഗ്ലൂരിലും പരിസര പ്രദേശങ്ങളിലും രാത്രിയിലും രാവിലെയും പോലീസ് പരിശോധന നടത്തി. അതേസമയം പോലീസ് പരാതിക്കാരിയുടെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തു. ഗർഭചിത്രത്തിനും ഭീഷണിപ്പെടുത്തിയതിനും തെളിവ് ശേഖരിച്ചു. ഗർഭചിത്രത്തിന് ശേഷം പെൺകുട്ടി മോശമായ ശാരീരിക മാനസിക അവസ്ഥയിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ മൊഴി നൽകി. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർടേക്കറുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച രാഹുൽ സംഘവും നശിപ്പിച്ചു എന്ന നിഗമനത്തിലായിരുന്നു SIT. വ്യാഴാഴ്ച വൈകിട്ട് 4:30 ഫ്ളാറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് പോയെന്നും CCTV സംവിധാനത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും കെയർടേക്കർ മൊഴി നൽകി. എന്നാൽ ചുവന്ന കാർ ഫ്ളാറ്റിൽ കഴിഞ്ഞ 2 ആഴ്ചയായി ഉണ്ടെന്ന വിവരവും കെയർടേക്കർ കൈമാറി. വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാർ ഫ്ളാറ്റിൽ വന്നിട്ടില്ലെന്നും മൊഴിയുണ്ട്. ഇതിനിടെ ഇന്നലെയാണ് രാഹുലിനെതിരെ മറ്റൊരു പീഡന പരാതി കൂടി പുറത്തു വന്നത്. KPCC നേതൃത്വത്തിന് നൽകിയ പരാതി പോലീസിന് കൈമാറിയിരുന്നു. പോലീസ് പരാതിയിൽ കേസെടുത്തേക്കുമെന്നാണ് വിവരം.